കുറച്ച് നിർത്തുവോ? അതങ്ങനെ ഒന്ന് പറഞ്ഞു തായോ? അറിയില്ല അതെങ്ങനെയാണ് കുറച്ച് നിർത്തിയേ? എങ്ങനെ കുറച്ച് കുനിച്ച് നിർത്തുക? അതായത് സൂചിച്ച് കഴിയുമ്പോണ്ടല്ലോ ഐഷിത്തക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, ഹസ്ബൻഡ് ഉണ്ടോ? ആയിഷക്ക് എന്താക്കണമെന്നറിയോ? കുനിച്ച് നിർത്താങ്ങനെ. കുനിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, നമ്മൾ പതുക്കെ മുല വെച്ച് തലോടി കൊടുക്കുക. നന്നായിട്ട് തലോടി കൊടുത്തിട്ടുണ്ടല്ലോ, അടിക്കുക. രണ്ടാട്ടാട്ടുക, ടിക്കിന് ആട്ടുക. ആട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ പുറത്ത് ഇങ്ങനെ ഒരച്ച് കൊണ്ടുപോകണം. WWW പിടിച്ച് ബ്ലോക്ക് അടിക്കും. എന്നിട്ട് എന്താക്കുക? പതുക്കെ മലർത്തി കിടക്കുക. ഇനി എനിക്ക് പറയാൻ പറ്റില്ല, വെറുതെ ഇനി പറഞ്ഞു ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആവൂലേ. ശ്രമിച്ചു നോക്ക്. നല്ല എന്റെ മുത്തേ, ഞാൻ അങ്ങോട്ട് ഇപ്പൊ വരട്ടെ? വേണ്ട, നിങ്ങൾ വെറുതെ പറയാ. നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ, കാർത്തുപിന്റെ വിഷമം. എനിക്കൊരു സങ്കടം ഇല്ലേ, പക്ഷെ ഇപ്പൊ വിജയുടെ സംസാരം കേട്ടപ്പോൾ വിഷമം മാറി. ആണോ? എന്താ? എനിക്ക് ഒന്നുകൂടെ കുരിഞ്ഞു നിൽക്കാൻ തോന്നുന്നു. ഇനി കുരിഞ്ഞത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു തരും കേട്ടോ, ഉണ്ടാണ്ടിരുന്നു. ഇനി കുരിഞ്ഞ് വിജി അപ്പുസേ, ഇത് ഞാൻ പറഞ്ഞത് SS. അപ്പു ഇനി കുരിഞ്ഞു നിന്നത് പോരെ, ഇനി കുരിഞ്ഞു നിൽക്കണം. ഇത് കൊള്ളാം. അങ്ങനെ പറയലേ മുത്ത്, അന്ന് ഞാനും കുരിഞ്ഞു. എനിക്ക് ചെയ്തു തരുമോ? ഇത് ഞാൻ SS ഒരു കുട്ടിയുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട്. എന്തെല്ലാം ചെയ്യണം കത്താൻ വേണ്ടിട്ടല്ലേ. എന്നെ കുറിച്ച് എന്താ ഇന്നലെ പറഞ്ഞത്? നല്ല കുട്ടിയാണ്, നല്ല വികാരമുള്ള കുട്ടിയാണ്, നല്ല സൂപ്പർ ഭംഗിയാണ്, നല്ല ക്യൂട്ട് ലേഡിയാണെന്നൊക്കെ പറഞ്ഞു. 25 വയസ്സേ ഉള്ളൂ എന്നും പറഞ്ഞു. നിനക്ക് എല്ലാം സുഖം തരും, നീ എന്റെ മുത്തല്ലേ. പക്ഷെ ഒന്നും മാത്രം നമ്മൾ ചെയ്തില്ല, അത് മാത്രം ചെയ്തു. അതെന്തുകൊണ്ട്? എനിക്കത് ചെയ്യണം. എനിക്ക് മൈന പറഞ്ഞാൽ നിൽക്കണം, മൈന വരട്ടെ. അത് മാത്രം നിങ്ങൾ ചെയ്തു തന്നില്ല, എനിക്കത് ഇഷ്ടമായില്ല. സെക്സിൽ അത് മാത്രം നമ്മൾ ചെയ്തിട്ടില്ല. ഞാനും കരുതും സമയം കിട്ടിയില്ല. അപ്പുസേ, അബ്ദുൾ ഹായ്, ഈ ജമ്മുവിടെ ഞാൻ അത് ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞതല്ലേ, എനിക്ക് വേണ്ടില്ല എല്ലാം ചെയ്യണ്ടേ. അന്ന് കാന്താരി ഈ കാർത്തൂനൊന്നും അറിയില്ല. സൗണ്ട് വരട്ടെ. നീ ചെയ്യുമോ? പിന്നെ നന്നായിട്ട് അറിയാം, ഇത് രുചികരമാണ്. ഹലോ, പറയൂ. എവിടെ മുർജിബാൻ? എന്താണ്? ദയവായി എന്റെ സ്വകാര്യ ചാറ്റിലേക്ക് വരൂ. വടാക, ഇനി ചെയ്യണം കേട്ടോ, ഇനി ചെയ്യണം. എനിക്ക് സുഖം തന്നില്ല, സുഖം തരാത്ത ഞാൻ ബോയ് ഫ്രണ്ട് ആക്കി വെക്കില്ല. എന്റെ ദൈവമേ, എന്റെ പൊന്നു സൈക്കോയും പോട്ടെ, പൊന്നപ്പു ഈ റെക്കോർഡുകൾ ആരും എടുത്തിട്ടാണ് തോന്നുന്നു. മൈന് ഇൻസ്റ്റാഗ്രാമിൽ ഒരുത്തിനോട് ചോദിക്കും, ഞാൻ അങ്ങനെ ചെയ്തു തരട്ടെ. 69 ഫോട്ടോ ഇട്ടെല്ലാം പറയാം, നമുക്കിത് ചെയ്യാം. നീ ടിക്ടോക്ക് അല്ല, നീ നിന്റെ സ്വന്തം ഫേസ്ബുക്ക് ലൈവിൽ നീ പറയണ്ടല്ലോ അങ്ങനെ ചെയ്യാന്ന്. എന്റെ പൊന്നാര ദൈവമേ, ഞാനിവിടെ റീച്ച് ഉണ്ടാക്കാനും ഒരു ചുമ്മാ കഥ പറഞ്ഞത്. ഇത് കേട്ടിട്ട് നിങ്ങൾ റെക്കോർഡ് കണ്ടിട്ട് എന്റെ PM-ലോ എന്റെ വാട്സപ്പിലോ വന്ന് മെസ്സേജ് അയക്കില്ല കേട്ടോ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിട്ടല്ല ഉണ്ടാവും. ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനായിട്ട് ഞാൻ ലൈവിൽ ഞങ്ങൾ കുറെ കൂട്ടുകാർ പലതും പറയും.
അത് കേട്ടിട്ട് എൻ്റെ PM-ല് ടിക്ടോക്കിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറിലും എനിക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും വിട്ട് ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തു തരാം, ഞൊരടിത്തരാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നു എന്നോട് ദൈവത്തെ കുറിച്ച് പറയും. ഓക്കെ, സത്യം ഞാൻ തല ഇറങ്ങിപ്പോകും. നമ്മൾ പലതും പറയും അല്ലേ, അത് എനിക്കറിയാം, എനിക്ക് എപ്പോഴും മനസ്സിലായി ഒരു ടൈം പാസ് രീതിയിൽ സംസാരിക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ വെറുതെ സംസാരിക്കും, ഞാൻ ഇങ്ങനെയൊന്നും അല്ല. ഈ സംസാരം മാത്രമേ ഉള്ളൂ. ഇവരുള്ള ആളുകൾ വിചാരം, ഇവിടെ ഇരിക്കുന്ന പൊട്ടന്മാർ വിചാരം ബിജി ഇങ്ങനെ കുറയുന്നു, ബിജിക്ക് ഭയങ്കര വികാരമാണ്, താഴേന്ന് ഒഴിക്കുന്നു, ബിജിക്ക് അത് ഇഷ്ടമാണിത്. എനിക്ക് സെക്സിന് ഞാൻ ഈ പറഞ്ഞൊന്നും എനിക്ക് ഇഷ്ടമായിട്ടല്ല, പക്ഷെ അത് ചെയ്യേണ്ട രീതിക്കും എനിക്ക് ചെയ്യേണ്ട ആൾ ചെയ്താൽ മാത്രമേ ഞാൻ തൃപ്തിയാവുള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് തന്നെയാണ്, എല്ലാം ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ ഇങ്ങനെ ചെയ്തൊരു കാര്യമില്ല. അത് ഒരു 2 മണിക്കൂർ സമയം എടുത്തിട്ട് കള്ളൊക്കെ കുടിച്ച് രണ്ടെണ്ണൊക്കെ അടിച്ച് ഇവിടെയൊക്കെ ഒന്ന് തൊട്ട് തലോടി മുടി മാറ്റി ഉമ്മ കൊടുത്ത് കുണ്ടിമ കടിച്ച് കുണ്ടിമ ഒരു കടിയൊക്കെ കൊടുത്ത് എലിയും ഒരു കടിയൊക്കെ കൊടുത്ത് എലിയും ഒരു ഉമ്മ വെച്ച് പൊക്കി വിരളൊക്കെ ഉമ്മ വെച്ച് അവിടെ പൊക്കി ഇവിടെ പൊക്കി ഇതൊക്കെ ചെയ്ത് പെണ്ണ് പോകളം പക്ഷെ പെണ്ണ് പുളികിതനാവണം. അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് പുളികിതനായി വിജി കിട്ടിയ മുത്തുമണി കിട്ടിയ ഞാൻ അവിടെ പോയാൽ വിജി എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല, അത് ന്യായം. പുളികിതിയായി അയ്യോ അച്ഛ എന്ന് നമ്മൾ പെണ്ണ് പറയണം. എൻ്റെ മുത്ത എനിക്ക് മതി, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പറയും. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവനെ മയിലേ പൂമോനെ എന്നൊക്കെ വെക്കണം. ലാസ്റ്റ് അവൻ തലമുടി പിടിച്ചിട്ട് ഒറ്റ അമർത്താൻ പറ്റും. എൻ്റെ അമ്മേ അപ്പു കൂതിൽ ഐശി മുളമയില് ഇത് ഇങ്ങനെ ഒരു ശബ്ദം. വെറൈറ്റി ഓഫ് സ്പെഷ്യൽ ബിജി അച്ഛ അമ്മ എന്ന് വരെ വിളിക്കാറുണ്ട്. ഞാൻ അച്ഛ എന്ന് വിളിക്കാറില്ല, ഞാൻ അമ്മച്ചി എന്ന് വിളിക്കാറുള്ളൂ. ഓക്കെ, നീ ഒന്നും മനസ്സിലാക്കാറുള്ള എങ്ങനെ ചെയ്യുന്ന ഒരു പറയൂല. ആ ടൈം എല്ലാരും ഒക്കെ എല്ലാം എനിക്കും അറിയാം. ഞാൻ 2 കൽപ്പിച്ചാലും ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കറിയാം. ഇതൊക്കെ റെക്കോർഡാണ്. അത് അറിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഹലോ ഹായ്, എനിക്കത് ഇഷ്ടം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 91 പേർക്കും സംശയം. ഇനി അല്ല ജമ്മുന കിട്ടിയാണല്ലോ. ഇനി ജമ്മുനൊന്നും കൂടി ട്രൈ ചെയ്യാം. ചക്കര നമുക്ക് വരച്ച വരയിൽ നിർത്തിക്കണം. ഓക്കെ, അപ്പോ കേട്ടോ കല്ല് എല്ലാവരും സംശയങ്ങൾ ചോദിക്കും. വിജി സഞ്ചിയിൽ കടിക്കുമോ? സഞ്ചി എന്ന് പറഞ്ഞ ബോളല്ലേ ആണുങ്ങളുടെ 2 ബോള്, അതാണോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കടിക്കരുത്, അത് കടിക്കാൻ പാടില്ല. അത് കടിക്കരുത്. അതിങ്ങനെ പതുക്കെ തലോടണം. തലോടി അത് ടൈറ്റ് ആവും. എന്നിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യാറുണ്ട്, എനിക്കിഷ്ടം. അത് നമ്മൾ കുറേ നേരം തലോടണം. അതിപ്പോ ടൈറ്റ്നസ് ഫീൽ ചെയ്യും. എന്റെ അപ്പൂസേ ഇവിടെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നടാ.